സർക്യൂട്ട് റെസണൻ്റ് ആകുമ്പോഴുള്ള കണ്ടീഷനിലുള്ള ചില വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സർക്യൂട്ട് നോക്കിയാൽ അറിയാം 800 ഓം എന്ന് പറയുന്ന റെസിസ്റ്റർ 20 ഓമിനും 200 മൈക്രോ ഫാരഡേക്കും സീരീസും ഒരു കപ്പാസിറ്ററിന് പാരലലും ആയിട്ടുള്ള സർക്യൂട്ടിന് കോമ്പിനേഷൻ സീരീസ് ആണ്. തന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതുന്നു. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 20 ആണ്. ഇൻഡക്ടർ 200 മൈക്രോ ഫാരഡേ ആണ്. 200 × 10⁻⁻6 വോൾട്ടേജ് 200 ആണ്. ഫ്രീക്വൻസി 5 10⁻6 അപ്പോൾ 2 × π ഇത് 3.14 10⁻6 200 × 10⁻6 1256. റെസിസ്റ്റൻസിനെ കുറച്ച് വെക്കുകയാണെങ്കിൽ 1/2π√LC എന്ന് എഴുതാം. റെസണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ R²/L². അങ്ങനെ ഇക്വേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. 2 × 3.14 200 × 10⁻6C. ആ സമയത്ത് റെസണൻ്റ് ആവുന്ന സമയത്തുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി അല്ല, കപ്പാസിറ്റർ കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിന് റെസണൻറ്റ് ഫ്രീക്വൻസി ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഈ വാല്യൂ സി കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ക്യൂ ഫാക്ടർ കാണുക എന്ന് പറഞ്ഞാൽ സീരീസ് ആയാലും പാരലൽ ആയാലും XL/R ആണ്. 2πf0 L/R ആണ്. 2 × 3.14 10⁻⁻6 200 × 10⁻⁻6 ÷ 20 62.8. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/CR ആണ്. 200 × 10⁻⁻6 സി എന്ന് പറഞ്ഞാൽ 125 × 10⁻⁻12 × 20 എന്ന് പറഞ്ഞാൽ 8000 ആണ്. അപ്പോൾ ആ 80,000 ആണ്. 80,000-നെ 8000 കൊണ്ട് കൂട്ടിയാൽ 88,000 ആയി. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 200 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 88,000 ആയി. 2.27 10⁻⁻6. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. ഈ മൊത്തം സർക്യൂട്ട് സോൾവ് ചെയ്താണ് 2.27 × 10⁻⁻3 2 × 10⁻⁻3 കറണ്ട് ഇൻറ്റു ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ്. 2 × 10 കറണ്ട് എന്ന് പറയുന്നത്, ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 88,000 ആണ്. ഇവിടെ ഇട്ടിട്ട് 88,000 ആയി. ദാറ്റ് ഈസ് 181.6 വോൾട്ട് ആണ്. കറണ്ട് ത്രൂ ദ ബ്രാഞ്ച്, ഇൻഡക്റ്റീവ് ബ്രാഞ്ച് മാത്രം കാണുകയാണെങ്കിൽ, ഇതാണല്ലോ ഇൻഡക്റ്റീവ് ബ്രാഞ്ച്. ഇൻഡക്റ്റീവ് ബ്രാഞ്ച് മാത്രം കാണണമെങ്കിൽ √R² + XL² കാണണം. വോൾട്ടേജ് ഈ സർക്യൂട്ടിന് അക്രോസുള്ളത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 181 ആണ്. 200 ഇല്ല. 200-ൻ്റെ ഈ ബാക്കി ഭാഗം ഇവിടെയായിട്ട് വരും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഈ 181.6 ഡിവൈഡ് ബൈ √10² 20² പ്ലസ് 12² ആണ്. ദാറ്റ് ഈസ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറണ്ട് ലഭിക്കുന്നതാണ്. കറണ്ട് എന്ന് പറയുന്നത്, അതായത് ഈ സർക്യൂട്ടിലൂടെ മാത്രമുള്ള കറണ്ട് 0.145 ആംപിയർ ആണ്. ഇനി കപ്പാസിറ്റർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കപ്പാസിറ്റർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ റിയാക്റ്റൻസ് മാത്രം ചെയ്താൽ മതി. വോൾട്ടേജ് എത്രയാണ്? 181 ആണ്. അപ്പോൾ 1/ωc എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. 2 × 3.14 എഫ് എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. വി എന്ന് പറഞ്ഞത് 200 ആണ് എടുത്തിരിക്കുന്നത്.
181.6 എടുക്കേണ്ടത്. ദെൻ സി എന്ന് പറയുന്നത് കപ്പാസിറ്റർ എന്ന് പറയുന്നത് 125 × 10⁻⁻6 അപ്പോൾ ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 0.42 മില്ലി ആംബിയർ ആണ്. ആദ്യം കപ്പാസിറ്റർ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തത് റെസണൻറ്റ് ഫ്രീക്വൻസിയിൽ അതിട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഈ സർക്യൂട്ടിൽ. റെസണൻറ്റ് ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റർ റെസണൻസ് ആവാൻ, അതായത് 10⁻⁻6 റെസണൻറ്റ് ഫ്രീക്വൻസി ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സീലിട്ട് കൊടുക്കാം. അതിനുശേഷം ഇമ്പിഡൻസ്, ഈ പാർട്ടിൻ്റെ മാത്രമുള്ള ഇമ്പിഡൻസ് കണ്ടുപിടിച്ചു. അതിന് ഡൈനാമിക് ഇമ്പിഡൻസ് കണ്ട ശേഷം റെസണൻസ് ആകുമ്പോൾ ഈ RLൻ്റെ കോമ്പിനേഷൻ സിക്ക് പാരലൽ ആകുമ്പോഴുള്ള റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ശരിക്കും പറഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ? 80,000 ഉണ്ടാവുള്ളൂ. ടോട്ടൽ ഇമ്പിഡൻസ് ആണെന്ന് പറയുന്നത് 88,000 എന്ന് പറയുന്നത്. ഇപ്പം ഡൈനാമിക് റെസിസ്റ്റൻസ് കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡൈനാമിക് റെസിസ്റ്റൻസ് കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? 189 വോൾട്ട് കിട്ടും. ഡൈനാമിക് റെസിസ്റ്റൻസ് കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ അക്രോസ് ദി ട്യൂൺഡ് സർക്യൂട്ട് നിർദ്ദേശിക്കുന്നത് ഈ സർക്യൂട്ട് തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം ആ വോൾട്ടേജിനെ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? 2 × 2π 3.14 10⁻6 18.6 181.6 181.6 10.6 125 × 10⁻12 ചെയ്താൽ വാല്യൂ കിട്ടുള്ളൂ. Thank you for watching this video.